ആ താത്ത മറുനാടൻ ചാനലില് ഒരു അഭിമുഖം കൊടുത്തതാണ് അല്ലേ? ഞാൻ കണ്ടു അത്. ഞാനിപ്പോ വക്കീലൊക്കെ ആയിട്ട് സംസാരിച്ച് ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ പോവാണ്. ഞാൻ ഒരിക്കലും എന്തില്ല, ഞാൻ ചില്ലറ പൈസകൾ വാങ്ങാറുണ്ട്, നുണ പറയാൻ പാടില്ല. ഞാനിവിടെ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന്, ഇവിടെ വലിയ പൂജകളൊന്നും ഇല്ല കേട്ടോ, പൂജയും കാര്യങ്ങളൊന്നും എന്തില്ല ഇവിടെ ഇല്ല. ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ ചെറിയ പൈസകൾ നമ്മൾ എന്തുണ്ട് ആളുകളോട് ചോദിക്കും, മനസ്സിലായില്ലേ? എന്നെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും തരും, ചിലപ്പോൾ തരൂല. ചിലപ്പോൾ ഒരാൾ വന്നൊരു 500 തരും, അതിൻ്റെ ബാക്കിൽ വന്ന ആള് കഷ്ടപ്പാടാ പറയാം, അപ്പോൾ ഈ പൈസ എന്ത് ചെയ്യും, ഓലിക്ക് കൊടുക്കും. എൻ്റെ വീട് കണ്ടില്ല നിങ്ങൾ? 1600 സ്ക്വയർ ഫീറ്റാ, 1600 സ്ക്വയർ ഫീറ്റ്. ഇപ്പൊ മുതലുണ്ടാക്കാൻ നമുക്ക് എന്ത് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഈ താത്ത ഈ 6666 റുപ്യ താത്ത തന്ന് താത്ത തെളിയിക്കണ്ടേ? പിന്നെ ഇവിടെ സ്വലാത്ത് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്, സ്വലാത്ത് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ വിലക്ക് വാങ്ങാണ് ട്രസ്റ്റിന് വേണ്ടിയിട്ട്. അതിന് നമ്മൾ ആളുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 6666 റുപ്യ നമ്മളെ മദ്രസ നിങ്ങൾ തരണം. അതുണ്ടെങ്കിൽ മാത്രം. അതിനപ്പുറത്ത് റെസീറ്റ് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ല, ഈ താത്ത അവിടെ വന്നാൽ എനിക്ക് ഓർമ്മയില്ലേ, ഞാൻ അറിയില്ലേ, ഈ താത്താനെ ഞാൻ കാണുന്നത് ഈ വീഡിയോ വന്ന ശേഷമാണ്. പിന്നെ അവര് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. നമ്മൾ നാട്ടുകാർ ഞങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ഉത്തരം പണം തരാം. നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ അതിനനുബന്ധിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇവിടെ കേസ് കൊടുത്തു. അവർ പോലീസുകാരനെ വിളിച്ചു, എന്നോട് തങ്ങളൊരു ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് വെച്ചു, ഇതിൽ നിങ്ങളെ ചികിത്സൻ്റെ വിഷയമായിട്ടാണ് ഇങ്ങനെ ആരോപണം വന്നിട്ടുള്ളത്. എന്തോ മന്ത്രിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ ഇടങ്ങണിട്ടപ്പോൾ നോക്കിയപ്പോൾ വേറെ ആൾക്കാരെ മേത്ത് തൊടുന്നത് ഏത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ മൊത്തം ക്യാമറ, എൻ്റെ ഇത് കാണിച്ചു പോണേൽ എൻ്റെ വീടിൻ്റെ ഉള്ളില് എല്ലാ സ്ഥലത്തും ക്യാമറ, ഇതിൻ്റെ പുറത്ത് ക്യാമറകളാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഒന്നും മനസ്സില്ല. അത് മാത്രമല്ല, ആയിരക്കണക്കിന് ആള് വരുന്ന സ്ഥലം. നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ഒരാൾക്ക് സമയം കിട്ടൂല ഇവിടെ. ആ താത്ത ആരോപണം ഉന്നയിച്ച് പിന്നെ ഞാൻ താത്താക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ട്, ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല, ഞാൻ എൻ്റെ പണിക്കാർ ഉപയോഗിക്കുന്ന ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ താത്ത തെളിയിക്കണ്ടേ ഞാൻ പേഴ്സണൽ നമ്പർ കൊടുത്തത് അല്ലേ? അല്ല, അതൊക്കെ ഇതൊക്കെ ജോലിക്കാരുടെ ഫോണാണ്. ഇവിടെ ഒരു 10-25 ജോലിക്കാരുണ്ട് ഇവിടെ. ഇത് ജോലിക്കാരുടെ ഫോണാണ്, ഓലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്.